ഹലോ, എല്ലാവരുടെയും വീട്ടിൽ ഇഡലി ഉണ്ടാക്കാറുണ്ടല്ലോ. എങ്കിലിതാ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അതിനായിട്ട് ചീലാന്തി ഇലയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. എല്ലാവരുടെയും വീട്ടിൽ കാണുമായിരിക്കും ഈ ചീലാന്തി മരം. അതിലൊന്ന് കുറച്ച് ഇല എടുത്തിട്ടുണ്ട്. അതിന് ഇഡലിക്കുള്ള മാവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ഇഡലി ചെമ്പ് അടുപ്പിൽ വെച്ച് തീ കത്തിച്ച് അത് ചൂടാക്കണം വെള്ളം. പിന്നെ ഇതാ ഈ ഇലയിലെല്ലാം എണ്ണ തേച്ച് കൊടുക്കണം. കണ്ടോ, എല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ തട്ടിലേക്ക് ഈ ഓരോ ഇലയായിട്ടെടുത്ത് വെച്ച് കൊടുക്കണം. അങ്ങനെ എല്ലാ ഇലയും തട്ടിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. കണ്ടോ, അങ്ങനെ മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇഡലി ചെമ്പിലേക്ക് വെച്ച് കൊടുക്കാം. വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി അടച്ച് വെച്ചിട്ട് തീ അല്പം ഒന്ന് കുറച്ച് കൊടുക്കണം. ചെറിയ തീയിലിരുന്നത് വേകണം. ഇതിൽ ഇങ്ങനെ വേവിക്കുന്ന ഇഡലിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അങ്ങനെ ഇഡലി വെന്തിട്ടുണ്ട്. കണ്ടോ, ഇഡലി ഒരു പ്രത്യേക ഷേപ്പിലാണ് ഇരിക്കുന്നത്. കണ്ടോ, നല്ല പൂ പോലെ. ഇനി നമുക്കിത് ഇഡലി പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കാൻ എളുപ്പമാണ്. അതിനായിട്ട് ഈ ഇല ഒരറ്റത്ത് ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇളക്കി വയ്ക്കണം. എന്താ, പെട്ടെന്ന് തന്നെ അത് ഇളകി വരും. ഇനി ഓരോന്നായിട്ട് നമുക്ക് ഇഡലി എടുത്ത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് ഉണ്ടാകും. ഇലയിലൊന്ന് പെട്ടെന്ന് തന്നെ അത് വിട്ട് പോരും. കണ്ടോ, നല്ലൊരു പൂവിൻ്റെ ഷേപ്പിൽ ഇഡലി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഈ ഇലയിൽ ഉണ്ടാക്കുന്ന ഇഡലി കഴിക്കാനായിട്ട്. അങ്ങനെ എല്ലാ ഇഡലി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വീണ്ടും ഇതേപോലെ തന്നെ ഇല വെച്ച് വീണ്ടും രണ്ടാമത്തെ സ്റ്റെപ്പ് ഉണ്ടാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ്സ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.